ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങ് കലാപം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യത്തെ കോട്ട എന്നത് 1695 തിരുവനന്തപുരത്തുള്ള അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് പണിത കോട്ടയാകുന്നു. ആ കോട്ടയുടെ പേരാകുന്നു അഞ്ചുതെങ്ങ് കോട്ട. ഈ അഞ്ചുതെങ്ങ് കോട്ടയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യ കോട്ട. അത് 1695 അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർക്ക് തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് പണിയുവാനായിട്ടുള്ള അനുവാദം കൊടുത്തത് തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയായിരുന്നു. ഉമയമ്മ റാണി ഇതുകൂടാതെ ബ്രിട്ടീഷുകാർക്ക് മറ്റൊരു അനുവാദം കൂടി നൽകി. അതാകുന്നു കുരുമുളകിന്റെ വ്യാപാര കുത്തകാവകാശം. അതായത് കുരുമുളകിന്റെ വില നിശ്ചയിക്കുവാനുള്ള അവകാശം കൂടി ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണി കൊടുത്തു. ഇതിൽ രോഷാകുലരായ നാട്ടുകാർ 1697 അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി ആക്രമിച്ചു. അതായത് അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷുകാരുടെ കോട്ട ആക്രമിച്ചു. ഇതിനെ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നു. അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അത് 1697 എന്നാൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാകുന്നു. അതിന്റെ വർഷം 1721 ഓക്കെ. അപ്പോൾ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തെ ഫാക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആദ്യ ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഉത്തരങ്ങളാണുള്ളത്. ഒന്ന് മാസ്റ്റർ റാൽഫിച്ചും രണ്ട് ക്യാപ്റ്റൻ കീലിംഗും. മാസ്റ്റർ റാൽഫിച്ച് വന്നത് 1583 ക്യാപ്റ്റൻ കീലിംഗ് വന്നത് 1615 ഓപ്ഷനിൽ രണ്ട് പേരും ഉണ്ടെങ്കിൽ അതിൽ ചൂസ് ചെയ്യേണ്ടത് മാസ്റ്റർ റാൽഫിച്ചിനെയാണ്. മാസ്റ്റർ റാൽഫിച്ച് ഇല്ല എങ്കിൽ ക്യാപ്റ്റൻ കീലിംഗിനെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യ വ്യാപാരശാല ഏത് വർഷമായിരുന്നു, എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 1644 തിരുവിതാംകൂറിലെ വിഴിഞ്ഞത്ത് ആരംഭിച്ച വ്യാപാരശാലയാകുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യ വ്യാപാരശാല. അത് തിരുവിതാംകൂറിലെ വിഴിഞ്ഞത്ത് 1644 മൂന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് 1673 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിൽ ആരംഭിച്ച വ്യാപാരശാലയാകുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യ വ്യാപാരശാല അത് 1644 തിരുവിതാംകൂറിലെ വിഴിഞ്ഞത്ത്. ഇനി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല അത് 1673 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിൽ. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അത് 1697 ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യത്തെ കോട്ട അത് 1695 അഞ്ചുതെങ്ങ് കോട്ട. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം അത് 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മറക്കാതെ ഓർത്തു വയ്ക്കുക. ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആണ്, അതുകൊണ്ട് എല്ലാവരും ഓർത്തു വയ്ക്കുക. താങ്ക് യു.